അയ്യോ ഞാനിത് ട്രേഡ് എടുത്തപ്പോ ലോസ് ആയി പോയി. എന്താ ലോസാ? എങ്ങനെ ട്രേഡ് എടുത്ത? എന്തെങ്കിലും സ്ട്രാറ്റജി വെച്ചിട്ടാണോ? അങ്ങനെയൊന്നുമില്ല, അത് കണ്ടപ്പോ അങ്ങനെയാ? ഇതുപോലെയാണോ നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്? അതായത് നിങ്ങളിപ്പോ ഒന്നും അറിയാതെയാണ് ട്രേഡ് എടുക്കുന്നത് പോലും നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് കിട്ടി. അപ്പൊ നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്നത് ഇനിയും ഇതുപോലെ നമുക്ക് ഈ ഒരു അറിവ് വെച്ച് തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതൊരിക്കലും നടക്കില്ല. കാരണം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് പിന്നെ ഈ ഒരു ലോസ് വരാനായിരിക്കും സാധ്യതയല്ല, കൂടുതൽ ആളുകൾക്കും ലോസ് ആയിരിക്കും. അങ്ങനെയാണ് 91% ഓപ്ഷൻ ട്രേഡേഴ്സും ലോസിലാവുന്നതിന്റെ മെയിൻ കാരണം അവർ ഗാംബ്ലിംഗ് ആണ് കൂടുതൽ ചെയ്യുന്നത്. സോ സ്ട്രാറ്റജി വെച്ച് ട്രേഡ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയിൽ ഉപരി നമ്മൾ എങ്ങനെ റിസ്ക് മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു, അതായത് എങ്ങനെ ലോസ് കൺട്രോൾ ചെയ്ത് ചെയ്യുന്നതിലാണ് നിങ്ങൾ എങ്ങനെ പ്രോഫിറ്റബിൾ ആവുന്നിരിക്കുന്നത്. സോ അതും കൂടി ക്ലിയർ ആക്കിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും ട്രേഡ് ചെയ്യാനായിട്ട്. അല്ലാതെ വെറുതെ ഒരു അസംഷനിൽ പോയിട്ട് ട്രേഡ് എടുക്കുക, അതേപോലെ തന്നെ പ്രോഫിറ്റ് ഓർ ലോസ് അങ്ങനെ കണക്കാക്കി ഒരിക്കലും ചെയ്യരുത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടായിരിക്കണം, സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, റിസ്ക് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഇടയ്ക്ക് ലോസ് കണ്ട് ഞെട്ടേണ്ടി വരും. അപ്പോൾ വേഗം തന്നെ ഇത് പഠിക്കാനായിട്ട് താല്പര്യമുള്ള ഹായ് എന്ന് വാട്സ്ആപ്പ് ചെയ്യുക താഴെ നമ്പറിൽ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.